പെരുന്നാൾ ദിവസം കരഞ്ഞവരുണ്ടോ? ഒട്ടും റിലവൻ്റ് ഇല്ലാന്ന് തോന്നിയതുകൊണ്ട് കണ്ട മാത്രയിൽ തന്നെ സ്ക്രോൾ ചെയ്തെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ആകാംക്ഷ. അങ്ങനെ വീണ്ടും ഞാൻ ആ റീൽ തിരഞ്ഞെടുത്തു. അതിന്റെ കമന്റ് ബോക്സ് തുറക്കുന്നതിന് മുൻപ് ഞാൻ സ്വയം ചോദിച്ചു, ഇനിയെങ്ങാനും ആരെങ്കിലും കരഞ്ഞു കാണോ? സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒട്ടേറെ കഥകളാൽ വീർപ്പുമുട്ടുന്ന പെരുന്നാൾ ദിനം എന്തിന് കരയണം? എല്ലാവരും സന്തോഷമായിരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ കമന്റ് ബോക്സ് തുറന്നു. എനിക്ക് കണ്ണീരോടെയല്ലാതെ ഒരു കമന്റ് പോലും വായിക്കാൻ കഴിഞ്ഞില്ല. സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല, ഏറെ സത്യമാണ്. പക്ഷെ സങ്കടങ്ങൾ തുറന്നു പറയാൻ ആരുമില്ലാത്ത, ഒരിടം പോലുമില്ലാത്ത എത്ര പേർ. കരഞ്ഞവർക്കേറെയും പറയാനുള്ളത് നഷ്ടങ്ങളുടെ കഥ മാത്രം. ഉപ്പയില്ലാത്ത ആദ്യത്തെ പെരുന്നാൾ, ഉമ്മയില്ലാത്ത ആദ്യത്തെ പെരുന്നാൾ. എന്തും എന്തിനേയും ആരെയും നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവർ നമ്മിലുണ്ടാക്കിയ ആഴത്തെ മനസ്സിലാവും. അതിനിടയിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച, വേദനിപ്പിച്ച ഒരു കമന്റ് അതിങ്ങനെയായിരുന്നു: ഒത്തിരി ചിരിച്ച, സന്തോഷിച്ച പെരുന്നാൾ ദിനം എന്നിൽ നിന്നും ഇന്നേറെ അകലെയാണ്. എവിടെയാണ് തെറ്റുപറ്റിയെന്നറിയില്ല, എന്ത് തെറ്റാണ് ചെയ്തതെന്നറിയില്ല. എന്നിട്ടും ശിക്ഷിക്കപ്പെടുന്നു, തനിച്ചാക്കപ്പെടുന്നു, സ്വന്തം വീട്ടിൽ പോലും ഒരു അതിഥിയായി പോകേണ്ടി വരുന്നു. പലപ്പോഴും അതും നിഷിദ്ധമാണ്. എന്റെ ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി, മക്കളുടെ സന്തോഷത്തിന് വേണ്ടി, ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഈ പെരുന്നാളും ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ചുണ്ടുകളെ ചിരിക്കാൻ പരിശീലിപ്പിച്ചിരിക്കുന്നു. എത്രയേറെ കാഠിന്യമാണ് ആ സങ്കടം. ഒരുപക്ഷെ അവൾ ഇന്ന്, അല്ലെങ്കിൽ അവളെ പോലുള്ള പല സ്ത്രീകളും ഇന്ന് ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവൾക്ക് അവളായിരിക്കാൻ കഴിയുന്നൊരിടം, ചിരിക്കാനും കരയാനും, എന്തിന് ഒന്ന് സമാധാനമായി കിടന്നുറങ്ങാനും കഴിയുന്ന കുറച്ച് നാളുകളെ കുറിച്ചുമായിരിക്കും. എത്ര സങ്കടമാണല്ലേ! നമ്മളിൽ പലരും നമ്മുടെ ആഗ്രഹങ്ങൾ പലതും നടക്കാതെ പോകുമ്പോൾ വിഷമിക്കാറില്ലേ? ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരുപാട് പേരുണ്ട് ഇന്ന് ഈ ഭൂമിയിൽ.